ഗൈസ്, നമ്മുടെ സ്വന്തം ലാലേട്ടനും സത്യൻ അന്ത്യക്കാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ നമുക്കറിയാം നമ്മുടെ ഓണത്തിന് റിലീസാണ്. അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ലാലേട്ടൻ ലുക്കും കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിനിമയിലെ ഫസ്റ്റ് ലിറിക്കൽ സോങ് ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് സിംഗിൾ ലിറിക്കൽ സോങ് ആണെന്ന് തോന്നുന്നു. വെൺമതി എന്നാണ് ഇതിന്റെ പാട്ട്. ഇന്ന് റിലീസ് ചെയ്തേ ഉള്ളൂ. സിദ് ശ്രീറാമാണ് പാടിയിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു വൈബുള്ള ഒരു പാട്ടാണ്. സിദ് ശ്രീറാമിന്റെ വോയിസും കൂടി ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഫീൽ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. ജസ്റ്റ് 2-3 ലൈൻസ് കേട്ടതേ ഉള്ളൂ. എന്തായാലും ഒരുമിച്ച് കാണാം. ആൻഡ് ഇതില് നമ്മുടെ പെരുമ്പാവൂർ അണ്ണൻ കോപ്പിറൈറ്റ് തരൂല എന്നുള്ള വിശ്വാസമുണ്ട്. ബ്ലോക്ക് ആയി പോയില്ലെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. സിദ് ശ്രീറാം. വെൺമതി ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി, പൂക്കും ചിരി തിരി തെളിയും താരകം, നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം, കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി, ചേലാമാമ്പലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി, ചെറുപ്പായിട്ട് വരുന്നത് വാർമുഖി കണിമലരാം എൻ സഖി. നിന്നെ ചുറ്റും കാട്ടായി മേഘക്കൂട പിടിച്ച് മോഹപ്പടവുകളേറി ഞാൻ, ചെല്ല ചുണ്ടത്തിറ്റും മല്ലിത്തേനും കൊതിച്ച് രാഗത്തിരകളിൽ നീന്തി ഞാൻ, രാവണിഞ്ഞനിലാവിലാദ്യമായി ഞാനലിഞ്ഞു സദാ, ദീപകർണവിലോല സാന്ത്വനം ജീവനായതിതാ, കാറ്റേ നിന്നതും പുതു ഹൃദയം തേടുന്നതും നീയാം സ്നേഹമായി എന്നിൽ നിറങ്ങൾ നിറയെ ഇനി വാ 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 വെൺമതി ഇനി അരികിൽ മതി, വാർമുഖി കണിമലരാം എൻ സഖി, പൂക്കും ചിരി തിരി തെളിയും താരകം, നോക്കും ഞൊടി പല കനവിൻ പൊഞ്ചാലകം, കാൽത്താളങ്ങളോ മനം നനയും പാൽ പെയ്യലായി, ചേലാമാമ്പലായി ഇതൾ വിരിച്ചു ചിരിച്ചഴകിൽ വാ 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 വെൺമതി ഇനി അരികിൽ നീ മതി, വാർമുഖി കണിമലരാം എൻ സഖി. ഹൃദയപൂർവ്വം. ഗൈസ്, നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട് പാട്ട്. ലൈക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായൊരു മെലഡിക് സോങ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു സുഖം ഈ പാട്ടും തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് വരുന്ന ലാലേട്ടന്റെ മുഖങ്ങൾ, ലാലേട്ടന്റെ ചിരി, ക്യൂട്ട്നെസ്. ലാലേട്ടൻ ഇപ്പോഴും വേണ്ട, അത് ലാലേട്ടനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ ലാലേട്ടനെ കുറിച്ച് സംസാരിക്കുന്നത് പറയും. ലാലേട്ടൻ നമുക്ക് ഇനി പടം കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. മാളവിക മേനോൻ നല്ലൊരു ക്യാരക്ടർ ആവുന്നുള്ളത് ഒരു ഉറപ്പുണ്ട് സിനിമയിൽ. ആൻഡ് സിദ് ശ്രീറാമിന്റെ പാട്ട്, മാൻ, ഇതിപ്പോ MG പാടുന്നുണ്ടെങ്കിൽ MGന്റെ ഒരു സ്റ്റൈലായിരിക്കും, പക്ഷെ സിദ് ശ്രീറാമിന്റെ ഒരു വോയിസിന്റെ ഒരു യുണീക്നെസ് ഉണ്ട്. അതാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പാട്ടുകൾ തെലുങ്കിൽ, തമിഴിൽ, അതേപോലെ കന്നഡയിൽ, അല്ലാതെ കുറേപാട് പാട്ട് പാടിയിട്ടുണ്ട് സിദ് ശ്രീറാം.
മലയാളത്തിലും പാടിയിട്ടുണ്ട്. സോ ഇത് നൈസ് ഇപ്പൊ മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ട് ശ്രീരാമൻ പാടി, അത് കേൾക്കുന്ന സമയത്ത് അതിന്റെ ഒരു സുഖമാണ് മൂപ്പര വോയിസ് കേൾക്കുന്ന സമയത്ത്. ലൈക്ക് മൂപ്പരുടെ ഒരു ഉച്ചാരണം ഒരു സ്റ്റൈൽ, ഒരു വേറൊരു സ്റ്റൈലാണ്. ഏതായാലും ലിറിക്സ് അടിപൊളി, നല്ല ലിറിക്സ് ആണ്. മ്യൂസിക് കമ്പോസിഷൻ ആയാലും അടിപൊളി പ്യൂർ സാധനം. ആൻഡ് അതിന്റെ ഇടയ്ക്ക് പ്രൊഡക്റ്റിന്റെ ബീറ്റും കാര്യങ്ങളുണ്ട്, ടക 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 എന്ന് പറഞ്ഞൊരു ബീറ്റും കാര്യങ്ങൾ നൈസ് ആണ്. ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ആ ഒരു കഥേന്റെ ഒപ്പരം മിക്സ് ആയിട്ട് ഇരുന്ന് കാണുന്ന സമയത്ത്, തിയേറ്ററിൽ ഇരുന്ന് ആ ഒരു വൈബിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം. സോ സെപ്റ്റംബറിലാണ് തോന്നുന്നു പടം റിലീസാണ്. ആൻഡ് പക്ക വെയിറ്റ് ചെയ്യും. ഓണം തൂക്കോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓണം തൂക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. സോ കാണാം. കൂടുതൽ എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രഡിക്ഷൻ ഒന്നും ഇപ്പൊ പറയുന്നില്ല. സോ പടം വരട്ടെ, കാണാം. ലാലേട്ടന് വേണ്ടി, സത്യൻ അന്തിക്കാടിന് വേണ്ടി. ആൻഡ് സോ ഗായ്സ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗായ്സ് ഇസ് ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.